പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഇല്ലാത്ത കാരണമാണ് കോട്ടപ്പുറം 3-ാം വാർഡിലെ 14 ഭാഗത്തുള്ള പാലവീട്ടിൽ റോഡിന് ഫണ്ടുകൾ വയ്ക്കാൻ കഴിയാത്തതെന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു. 10ഓളം കുടുംബങ്ങൾ യാത്രാ ദുരിതത്തിലാണെന്നുള്ള വാർത്തയെ തുടർന്ന് പ്രതികരിക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. വാർത്തയിൽ പറയുന്ന 14 ഭാഗത്തേക്കുള്ള റോഡ് സ്വകാര്യ വ്യക്തി വിട്ടുനൽകിയതാണെന്നും അത് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഇല്ല എന്നും ഇതു കാരണമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഫണ്ടും അതിലേക്ക് വയ്ക്കാൻ കഴിയാത്തതെന്നും പ്രസിഡന്റ് പറഞ്ഞു. കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ നിന്നും 14 ഭാഗത്തേക്കുള്ള ഏകദേശം 150 മീറ്ററോളം റോഡ് കോൺക്രീറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ പാലക്കുണ്ടിൽ റോഡിൽ നിന്നും പാലവീട്ടിൽ റോഡിലേക്കും കോൺക്രീറ്റ് ചെയ്തു. കുടിവെള്ള പദ്ധതിയിൽ പൈപ്പ് ലൈനും ഇട്ടിട്ടുണ്ട്. എന്നാൽ 14 ഭാഗത്തേക്കുള്ള റോഡ് സ്വകാര്യ വ്യക്തി അയാൾ വിൽപ്പന ചെയ്ത പ്ലോട്ടുകളിലേക്ക് വിട്ടുനൽകിയിട്ടുള്ളതാണെന്നും അത് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ വന്നിട്ടില്ലെന്നും ഇന്നത്തെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം വില്ലേജിൽ പോയി അളന്ന് അത് ഗ്രാമപഞ്ചായത്തിലേക്ക് രജിസ്റ്റർ ചെയ്തു നൽകിയാൽ മാത്രമേ ഗ്രാമപഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഫണ്ടുകൾ നീക്കിവെക്കാൻ കഴിയുകയുള്ളൂവെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. എനിവേ എന്ത് അവിടെ ചെയ്യണമെങ്കിലും അത് അത്തരം വർക്കുകൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് ചെയ്യാൻ കഴിയുമോ എന്നാണ് ഞാൻ പരിശോധിച്ചത്. പക്ഷെ അന്നും ഇത് ആസ്തി രജിസ്റ്ററിലില്ല. ഞാൻ അവരോട് പറഞ്ഞതാണ്, ഈ പ്രസ്തുത സ്ഥലം ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി തരണം. അതിന് നിങ്ങൾ ഇതിന്റെ ഉടമയെ കണ്ടിട്ട്, ആരാണോ വഴിവിട്ട് തന്നത് അവരുടെ അടുത്തുനിന്ന് കണ്ടിട്ട് അത് ആസ്തി രജിസ്റ്ററിൽ പഞ്ചായത്തിൽ ഉൾപ്പെടുത്തി തന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് സൂചിപ്പിച്ചു പോകുന്നതാണ്. പിന്നെ അവിടെ ഈ പാലക്കുണ്ട് റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. ആ പാലക്കുണ്ട് പാലവീട്ടിൽ റോഡ് വരെയും നമ്മൾ കുടിവെള്ള പൈപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്, അതുവരെയും കോൺക്രീറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പാലവീട്ടിൽ നിന്ന് 14 പാടം എന്ന് പറയുന്നതാണ് ഈ പ്രസ്തുത സ്ഥലം. അപ്പൊ പാലവീട് 14 പാടം എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള വഴി അത് ആസ്തി രജിസ്റ്ററിൽപ്പെടുത്തിയാൽ മാത്രമേ നമുക്കവിടെ ചെയ്യാൻ കഴിയൂ.